നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ സ്ട്രക്ചർ കണ്ടു അല്ലേ. അതിൻ്റെ ക്ലാഡിംഗ് ഉണ്ട്. അതിൻ്റെ ഇന്നർമോസ്റ്റ് ലെയറിനെ പറയുന്ന പേരാണ് കോറ്. അതിൻ്റെ താഴത്തെ ലെയർ എഗെയിൻ ക്ലാഡിങ്. രണ്ട് ക്ലാഡിങ്ങിനിടയ്ക്ക് കോർ ഇരിക്കുന്നു നമ്മൾ കണ്ടു അല്ലേ. അപ്പം നമുക്കിതിന് ആ കോറിൽ കൂടിയാണ് നമ്മൾ പറഞ്ഞ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന്. അത് തന്നെ പല രീതിയിലുണ്ട്, പല മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് മോഡ്സ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ ക്ലാസിഫൈഡ് ആസ് സിംഗിൾ മോഡ് ആൻഡ് മൾട്ടി മോഡ്. സിംഗിൾ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇതാണ്, നോക്കുക ഇവിടെ റെഡിങ്ങിനകത്ത് എഴുതിയിട്ടുണ്ട്. സിംഗിൾ മോഡ് ഫൈബേഴ്സ് ആർ ക്യാരക്ടറിസ്റ്റിക്ഡ് ബൈ എ സ്മോൾ core diameter from 5 to 10 micrometer. The cladding has a diameter of 125 micrometer. Only the axial mode propagates in the fiber. അതായത് ഡെഫിനിഷൻ നോക്കിയേ, എ ഫൈബർ വിത്ത് എ സ്മോൾ കോർ വിച്ച് അലോ only one mode to propagate through this mode is called single mode. ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഇത് ക്ലാഡിംഗ് ആണെന്ന് വിചാരിക്കാം. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് കോറ്. ഈ കോറിൽ കൂടെ കണ്ടോ സിംഗിളായിട്ടായിരിക്കും നമ്മുടെ ലൈറ്റ് എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. ഈ ഒരു മോഡ് ഓഫ് വൈബ്രേഷനെ പറയുന്ന പേരാണ് സിംഗിൾ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയൊക്കെ ഡയമീറ്റർ എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് ഇതിന് കോറിൻ്റെ ഡയമീറ്റർ സ്മോളാണ്. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ഓൺലി വൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഒറ്റ വേയിലുള്ള ട്രാൻസ്മിഷൻ മാത്രമേ ഇത് അലോ ചെയ്യുന്നുള്ളൂ. കാരണം ഇതിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ആക്സിസ് വരച്ച് നോക്കിക്കേ, ഇതിന് ആക്സിൽ ലെന്തിൽ മാത്രമാണ് അതിൻ്റെ ട്രാൻസ്മിഷൻ എന്ത് ചെയ്യുന്നത്, അത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ പറയുന്നത്. ഓക്കെ, പിന്നെ അതിനെ ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹയർ ബാൻഡ് വിഡ്ത്ത് ആണ്, ഡിസ്പെർഷൻ ലോസ് കുറവാണ്, ഒപ്റ്റിക്കൽ ലോസ് കുറവാണ്, ലൈറ്റ് ക്യാൻ ബി പ്രൊപ്പഗേറ്റഡ് ത്രൂ ലോങ് ഡിസ്റ്റൻസ്. ഇതൊക്കെയാണ് അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതാണ് സിംഗിൾ മോഡ് ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ സിംഗിൾ മോഡ് ഫൈബർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മോഡാണ് മൾട്ടി മോഡ്. മൾട്ടി മോഡ് ഓഫ് MMF എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. ആർ ക്യാരക്ടറിസ്റ്റിക്ഡ് ബൈ എ ലാർജ് കോർ ഡയമീറ്റർ ഫ്രം 50 മൈക്രോമീറ്റർ ടു 200 മൈക്രോമീറ്റർ. മൾട്ടി മോഡ് എന്ന് പറയുമ്പം അവിടെ കോറിൻ്റെ ഡയമീറ്റർ കൂടുതലായിരിക്കും. ആൻഡ് ക്ലാഡർ ഡയമീറ്റർ 125 ടു 250 മൈക്രോമീറ്റർ ആയിരിക്കും ക്ലാഡറിൻ്റെ ഡയമീറ്റർ വരുന്നത്. ഓക്കെ, അതിനകത്തൂടെ മെനി മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ടായിരിക്കും. ദാറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷനെ പറയുന്ന പേരാണ് മൾട്ടി മോഡ്. കട ഫൈബർ വിത്ത് ലാർജ് കോർ ആൻഡ് വിത്ത് അലോസ് മെനി മോഡ് ഓഫ് ലൈറ്റ് ടു പ്രൊപ്പഗേറ്റ് ത്രൂ ദിസ് ലെന്ത് ഈസ് കോൾഡ് മൾട്ടി മോഡ് ഫൈബർ. ഇതാണൊരു കണ്ടോ, ഒരു കോറും ക്ലാഡും കാണിച്ചിട്ടുണ്ട്. ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന കോറാണെങ്കിൽ അതിനകത്തൂടെ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മറ്റേ ഒരു ആക്സിസ് കോർ ഉണ്ടായിരുന്നല്ലോ, അതിൽ കൂടി ഇങ്ങനെ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചേ. ഇത് പല രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇതിനകത്തോട് ട്രാൻസ്ഫർ മൾട്ടിപ്പിൾ രീതിയിൽ തന്നെ ഈ കോറിൻ്റെ ഡയമീറ്റർ കൂടുതലായതുകൊണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു മോഡ് ഓഫ് വൈബ്രേഷനെ പറയുന്ന പേരാണ്, ഈ ഒരു മോഡിനെ പറയുന്നതാണ് മൾട്ടി മോഡ്. അടുത്ത സിംഗിൾ മോഡ് മൾട്ടി മോഡ് നമ്മൾ കമ്പാരിസൺ കാണിച്ചിട്ടുണ്ട്. സിംഗിൾ മോഡ് എന്ന് പറഞ്ഞാൽ ഓൺലി വൺ മോഡ് ഓഫ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദി ഫൈബറാണ്. മൾട്ടി മോഡിൽ മെനി മോഡുണ്ട്. കോറിൻ്റെ ഡയമീറ്റർ കുറവാണ് സിംഗിളിൽ, മൾട്ടി മോഡിൽ കോറിൻ്റെ ഡയമീറ്റർ കൂടുതലാണ്. റിഫ്രാക്റ്റീവ് അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ് കമ്പയർഡ് ടു ക്ലാഡിങ് അല്ലേ. ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ആൻഡ് ക്ലാഡിങ് ഈസ് വെരി സ്മോൾ ആണ്. അപ്പോൾ കോറും ക്ലാഡിങ്ങും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, പക്ഷേ മറ്റേ മൾട്ടി മോഡിൽ നോക്കുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ആൻഡ് ക്ലാഡിങ് ഈസ് ലാർജ് ആണ്. ഓക്കെ, ന്യൂമറിക്കൽ അപ്പർച്ചർ ഇവിടെ സ്മോൾ ആണ്, അപ്പുറത്തെ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നതാണ് ലാർജ് ആണ്. പിന്നെ ഹയർ ഇൻഫർമേഷൻ ക്യാരിങ് കപ്പാസിറ്റി കൂടുതൽ സിംഗിൾ മോഡിലാണ്, ലോ ഇൻഫർമേഷൻ ക്യാരിങ് കപ്പാസിറ്റി ഉള്ളത് മൾട്ടി മോഡിലാണ്. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ മൾട്ടി മോഡിലാണ് കൂടുതലുണ്ടാകുന്നത്. പിന്നെ അങ്ങനെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞത്. ആപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. സബ്മറൈൻ കേബിൾ സിസ്റ്റത്തിലൊക്കെയാണ് നമ്മൾ സിംഗിൾ മോഡ് യൂസ് ചെയ്യാറ്. മൾട്ടി മോഡ് കൂടുതൽ യൂസ് ചെയ്യുന്ന ടെലിഫോൺ ലിങ്കിലൊക്കെയാണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, ഇനി ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസിസിൽ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസിലേക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിട്ട്. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും ഉണ്ട്, ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്നും പറയും. The variation of refractive index with respect to the radial distance from the axis of the fiber is known as refractive index profile. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളിപ്പം കോറിനകത്തൂടെ ഒരു ആക്സിസ് വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ കോറിനകത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കോറ്, ഇതാണ് നമ്മുടെ ക്ലാഡിങ് എന്ന് വിചാരിക്കുക അല്ലേ. ഇതാണല്ലോ നമ്മുടെ കോറ്. ഇവിടെ ഒരു ആക്സിസ് ചെയ്യാൻ വരച്ചിട്ടുണ്ട് കണ്ടോ, ഒരു ആക്സിസ്. വേരിയേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഈ ആക്സിസിനെ വെച്ച് നോക്കുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ചെയ്യാം. ആക്സിസിന് അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചിലപ്പോൾ കൂടുതലായിരിക്കും, പക്ഷേ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതിനേക്കാളും കുറവായിരിക്കും. ഇവിടെ അതിനേക്കാളും, കാരണം കോറിനകത്ത് തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരാം.
ആ ഒരു കാര്യത്തിൽ പറയുന്നതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ. ദ വേരിയേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് റെസ്പെക്ട് ടു ദ റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് ദ ഫൈബർ ഈസ് നോൺ ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്ന് വെച്ചാൽ ആക്സിസിനെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടാവാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ. അതിനെ പറയുന്ന പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന്. ഇനി അടുത്ത് കേട്ടോ, എന്താണ് ഈ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറഞ്ഞാൽ? സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എ ഫൈബർ ഇൻ വിച്ച് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോർ is uniform and undergoes a sudden change at the core cladding interface is known as step index. ഒരു സ്റ്റെപ്പായിട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇതാണ് നമ്മൾ വരയ്ക്കേണ്ട ഫിഗർ. സിംഗിൾ മോഡ് എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടോ. ഒറ്റ മോഡിലാണ് ട്രാൻസ്മിഷൻ. ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോറാണെന്ന് വിചാരിക്കാം. ഇതിന് മേളിൽ എന്തുണ്ട്? ക്ലാഡിംഗ് ഉണ്ട്. ഇവിടെ ഞാനൊരു ആക്സിസ് എന്ത് ചെയ്യുന്നുണ്ട്? വരച്ചിട്ടുണ്ട്. ഈ കോറിൽ മൊത്തം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് യൂണിഫോമാണ്. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേണമെങ്കിൽ വെരി ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയല്ല. സ്റ്റെപ്പ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആക്സിസിനെ വെച്ച് നോക്കി ഇവിടെ ആയാലും കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എല്ലായിടത്തും ഒരേപോലെയാണ്, യൂണിഫോമാണ്. കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എപ്പോഴും കൂടുതൽ അരേകാലം ക്ലാഡിങ്ങിനെ പറ്റി. അങ്ങനെ യൂണിഫോം ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്റ്റെപ്പ് ഇൻഡെക്സ്. ഇപ്പം ഇതിന് സ്റ്റെപ്പായിട്ട് കാണിക്കാൻ കാരണം ഇത്രേ ഉള്ളൂ. ഇത്രയും ഈ ലെന്ത് എന്ന് പറഞ്ഞാൽ ആരാ? ക്ലാഡിങ്ങാണ്. ഈ ഒരു ലെന്താണ് കോറ് വരുന്നത്. എഗെയിൻ ഇതെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ക്ലാഡിംഗ് ആണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ക്ലാഡിങ്ങിൻ്റെ നമ്മുടെ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും കൂടുതൽ. അതുകൊണ്ടാണ് ഇവിടെ ഇതാണ് നമ്മുടെ കോറ് അല്ലേ? കോർ ഇതല്ലേ? ഈ കോറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതല്ലേ? അപ്പോൾ കോറിൻ്റെ ഏരിയയുടെ അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിട്ടാണ് നിൽക്കുന്നത്? കുറച്ചുകൂടെ കൂടിയാണ് നിൽക്കുന്നത് കേട്ടോ. ക്ലാഡിങ്ങിന് എവിടെയോ ഇച്ചിരി കുറഞ്ഞ കേട്ടോ. അപ്പോൾ ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിങ്, ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ, ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ വരച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫിഗർ നിങ്ങൾ വരയ്ക്കേണ്ടതാണ് കേട്ടോ. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന 3 മോഡുകളെ പറ്റിയാണ്. അതായത് നമുക്കറിയാം സിംഗിൾ മോഡിൽ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ആണുള്ളത്. മൾട്ടി മോഡിൽ ആക്ച്വലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് സിംഗിൾ മോഡും ഉണ്ട്, 2 മോഡാണ് ഉള്ളത്. സിംഗിൾ മോഡും ഉണ്ട്, മൾട്ടി മോഡും ഉണ്ടല്ലോ. സിംഗിൾ മോഡിൽ തന്നെ ഒറ്റ ഉള്ളൂ സ്റ്റെപ്പ് ഇൻഡെക്സ് മാത്രം. സിംഗിൾ മോഡിൽ സ്റ്റെപ്പ് ഇൻഡെക്സ് മാത്രമേ ഉള്ളൂ. ബട്ട് മൾട്ടി മോഡിൽ 2 ഉണ്ട്. സ്റ്റെപ്പ് ഇൻഡെക്സും ഉണ്ട്, ഗ്രേഡഡ് ഇൻഡെക്സ് എന്നും പറയും. അത് നമുക്ക് മുന്നോട്ട് പഠിക്കാം എന്താണ് ഗ്രേഡ് ഇൻഡെക്സ്. അപ്പോൾ ഇതാണ് ആ ഫിഗർ കേട്ടോ. സിംഗിൾ മോഡിൽ സ്റ്റെപ്പ് ഇൻഡെക്സ് വന്നാൽ ഒറ്റ ലൈനായിട്ടായിരിക്കും പോകുന്നത്. ബട്ട് മൾട്ടി മോഡ് എന്ന് പറയുമ്പോൾ മൾട്ടി മോഡിലെ സ്റ്റെപ്പ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഇൻഡെക്സ് ഒരെണ്ണത്തിനകത്ത് കുറേ എണ്ണം പോകാം. മൾട്ടി മോഡ് നമ്മൾ പറഞ്ഞല്ലേ കുറേ എണ്ണം പോകാം എന്നുള്ളത്. ഇതിനെയാണ് മൾട്ടി മോഡിലുള്ള സ്റ്റെപ്പ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. പക്ഷേ മൾട്ടി മോഡിലുള്ള ഗ്രേഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെയായിരിക്കും. ആ ഒരു വേ ഓഫ് ലൈറ്റ് കുറേ എണ്ണം ഉണ്ട് കണ്ടോ. വേ ഓഫ് ലൈറ്റിൻ്റെ ട്രാൻസ്മിഷൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ഞാൻ പറഞ്ഞു സിംഗിൾ മോഡ് ഒറ്റ ടൈപ്പേ ഉള്ളൂ, അത് സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡാണ്. മൾട്ടി മോഡ് 2 രീതിയിലുണ്ട്. സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡും ഉണ്ട്, ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടി മോഡും ഉണ്ട്. അപ്പോൾ എന്താണ് സ്റ്റെപ്പ് ഇൻഡെക്സ് സിംഗിൾ മോഡ് ഫൈബർ എന്ന് പറഞ്ഞാൽ? അത് സെയിം തന്നെയാണ്, നേരത്തെ പോലെ തന്നെ സെയിം തന്നെയാണ് കണ്ടോ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വെരി തിൻ കോർ ഓഫ് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഒരു തിന്നായിട്ടുള്ള കോറാണ് കൺസിഡർ ചെയ്യുന്നത്. കോറിൻ്റെ ഡയമീറ്റർ കുറവായിരിക്കും, പക്ഷേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ദ കോർ ഈസ് സറൗണ്ടഡ് ബൈ എ ക്ലാഡിംഗ് ഹാവിംഗ് ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? കുറവായിരിക്കും. ദ ഡയമീറ്റർ ഓഫ് ദ കോർ എന്ന് പറഞ്ഞാൽ 5 to 10 മൈക്രോമീറ്ററും ക്ലാഡിങ്ങിൻ്റെ 50 to 125 മൈക്രോമീറ്ററുമാണ് വരുന്നത്. ഓക്കെ, കോറിൻ്റെ ഡയമീറ്റർ എന്താണ്? സ്മോൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ മോഡലുള്ള ലൈറ്റ് മാത്രമേ അതിൽ കൂടി എന്ത് ചെയ്യുള്ളൂ? ട്രാവൽ ചെയ്യത്തുള്ളൂ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് അബ്രപ്റ്റ്ലി. കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ വേറെ അത് പേരിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്കറിയാം ഇതാണ് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇത് കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, ഇത് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇതിനൊരു സ്റ്റെപ്പായിട്ട് കാണിച്ചിരിക്കുന്നു. പിന്നെ ട്രാൻസ്മിഷൻ എത്രണ്ണേ ഉള്ളൂ? സിംഗിൾ മോഡിൽ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എല്ലായിടത്തും എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. അങ്ങനെ 1-2 ടേംസാണ് അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിച്ചിട്ടുണ്ട്. വെരി സ്മോൾ കോർ ഡയമീറ്റർ ആണ്, ന്യൂമറിക്കൽ അപ്പർച്ചർ വാല്യൂ സ്മോൾ ആണ്. ഇതാണ് സിംഗിൾ മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡ്. സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡ് എന്ന് പറയുമ്പം മൾട്ടി മോഡ് എന്നല്ലേ പറയുന്നത്? അതിന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. സ്റ്റെപ്പ് ഇൻഡെക്സ് മൾട്ടി മോഡ് അതിനകത്തെന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് എ കോർ ഓഫ് വെരി ലാർജർ കോറിൻ്റെ ഡയമീറ്റർ കുറച്ച് മുമ്പത്തൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഇൻഡെക്സ് തന്നെയാണ്, പക്ഷേ മറ്റേ സിംഗിൾ മോഡായിരുന്നു, ഇതെന്താണ്? മൾട്ടി മോഡാണ്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ, കോറിൻ്റെ ഡയമീറ്റർ ഇവിടെ കൂടുതലാണ്. ഇറ്റ് ഹാസ് എ കോർ ഓഫ് വെരി ലാർജ് ഡയമീറ്റർ
ഇറ്റ് ഈസ് എ മേഡപ്പ് ഓഫ് എ മെറ്റൽ വിത്ത് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ തന്നെയാണ്. ഡയമീറ്റർ ഓഫ് ദ കോർ ഈസ് 52 മൈക്രോ 200 ആൻഡ് ക്ലാഡിംഗ് എന്ന് പറയുന്നത് 125 to 300 മൈക്രോമീറ്റർ. നേരത്തെ വെച്ച് നോക്കുമ്പോൾ കോറിൻ്റെ ഡയമീറ്റർ എന്താണ് കൂടുതലാണ് ഇൻ കേസ് ഓഫ് മൾട്ടി മോഡ്. കോറിൻ്റെ ഡയമീറ്റർ കൂടി ഇരിക്കുന്നതുകൊണ്ട് കുറേ ലൈറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. സിംഗിൾ മോഡിൽ കോറിൻ്റെ ഡയമീറ്റർ കുറവായതുകൊണ്ട് ഒറ്റ ലൈറ്റേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ മൾട്ടി മോഡിൽ അങ്ങനെയല്ല, കുറേ ലൈറ്റിന് ട്രാൻസ്മിറ്റ് ചെയ്യാം. വേറെ വ്യത്യാസമൊന്നും ഈ ഫിഗറിലില്ല. ഈ ഫിഗറാണ് അതിൻ്റെ ഫിഗർ വരുന്നത്, കണ്ടോ. ഇവിടെ കോറിൻ്റെ ഡയമീറ്റർ കുറച്ച് കൂടുതൽ കാണിക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോറിൻ്റെ കൂടുതലാണ്. ഇത് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇത് ക്ലാഡിങ്ങിൻ്റെ ആണെങ്കിൽ അതിനൊരു സ്റ്റെപ്പായിട്ട് തന്നെ ഇവിടെ കാണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തതാണ് ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടിമോഡ് എന്ന് പറയും. ഗ്രേഡഡ് ഇൻഡെക്സ് മൾട്ടിമോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ ക്ലാഡിങ്ങും, ഇതിപ്പം കോറാണ്, ഇത് ക്ലാഡിങ്ങാന്ന് പറഞ്ഞു. ഇവിടെ മറ്റേ കുറച്ച് മുമ്പ് പറഞ്ഞ സ്റ്റെപ്പ് ഇൻഡെക്സിനകത്തിൻ്റെ പ്രത്യേകത എന്താ, ഈ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എല്ലായിടത്തും യൂണിഫോം ആയിരിക്കും എന്നുള്ള. പക്ഷേ ഗ്രേഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതല്ല, ആക്സിസിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. കോറിൽ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടായിരിക്കും. ആ ഒരു ഇതിനെ പറയുന്നതാണ് ഗ്രേഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കോറിൽ തന്നെ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരെണ്ണം, ഇപ്പം ഇതൊരു ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാന്ന് വെച്ചോ, ലൈറ്റ് ചിലപ്പം ആദ്യം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയെടുത്ത് വരാം, പിന്നെ തൊട്ട് കുറഞ്ഞെടുത്ത് വരാം, അങ്ങനെ കുറഞ്ഞത് ഇങ്ങനത്തെ ഒരു രീതിയായിരിക്കും കൂടുതലും. ഇങ്ങനെ ഗ്രേഡ് ചെയ്ത് പോകുന്നത് പോലത്തെ ഒരു രീതിയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ എന്ന് പറയുന്നത്. ഓക്കെ.